എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഇഞ്ചി ഇട്ട് കൊടുത്ത് കൊച്ചുള്ളി 2 അരിഞ്ഞതിട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പില, ഒരു പച്ചമുളക് അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്കതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മുരിങ്ങയില ഉപ്പുമാവാണ്. മുരിങ്ങയിലയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തിരുമ്മിയെടുത്ത തേങ്ങ, ഒരുപാട് വേണ്ട, ഒരു പിടി മതി. അതിനെയും കൂടി ഇതിലിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി റവ ഇട്ട് കൊടുക്കാം. റവയൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തേക്കാം. നന്നായിട്ടൊരു മണം വരത്തക്ക രീതിയിൽ വേണം ഇതിനെ മൂപ്പിച്ചെടുക്കാൻ. നന്നായിട്ട് ചൂടായിട്ട് മൂത്ത് വരണം. തീ കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. ഇനി തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. തീ ഓഫ് ചെയ്ത ശേഷം ഒഴിച്ചിട്ട് വീണ്ടും തീ കത്തിച്ചാൽ മതിയാകും. ഇനി തീ കത്തിക്കുമ്പോൾ പെട്ടെന്ന് കത്തിച്ചിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യണം, കാരണം അടിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പരുവത്തിന് കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക. ഇനി ഇതിനെ അടച്ചു വെക്കണം. ഒരുപാട് ഡ്രൈ ആവുന്നത് വരെ തീ വെക്കരുത്. തീ ഓഫ് ചെയ്ത ശേഷം ഇങ്ങനെ അടച്ചു വെച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക. കുറേ സമയമല്ല, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും. ഇനി ഇതിലെ ചൂടൊക്കെ വിട്ടു പോകുമ്പോൾ ഉപ്പുമാവ് നല്ല തരിതരിയായിട്ട് മാറുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.